ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ പേര് ജോഷുവ ജിമ്മി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ AG സഭ അംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 72-ാം ദിവസം നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം 45-9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ്. ഈ സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. പ്രധാനമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 10-ാം വാക്യത്തിൽ നിന്നുമാണ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അല്ലയോ കുമാരി, കേൾക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് കേൾവി എന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, കേൾപ്പാൻ വേഗതയുള്ളവൻ ആയിരിക്കണമെന്ന്. ദൈവം കലാകാലങ്ങളിലായി മനുഷ്യ സമൂഹത്തോട് പല നിലകളിലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ അത് തിരിച്ചറിയാൻ കഴിയാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോകം കണ്ടുപിടുത്തങ്ങളിലും ജ്ഞാനത്തിലും നേട്ടങ്ങളിലും ഉയർന്നു നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോഴും ഒരു തകർന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ ഇവിടെ മൃഗത്തെക്കാളും അധപതിച്ചു നിൽക്കുന്ന കാഴ്ചകൾ, നേടിയ സ്ഥാനം കൊതിക്കുന്ന അധികാരമോഹികളും, സ്നേഹത്തിന്റെ മുടുപടമണിഞ്ഞ ഇരട്ടമുഖവും, ധനമോഹികളും, ആരെയും അനുസരിക്കാത്ത തനിഷ്ടക്കാരും, പൊങ്ങച്ചം കാണിക്കുന്ന പുത്തൻ പണക്കാരും, അധികാരം കയ്യിലാക്കുന്ന മേലാളന്മാരും, ലഹരിമരുന്നിൽ അടിമത്തമാർക്കുന്ന യുവതലമുറയും, മദ്യത്തിന്റെ തൊട്ടിലാടുന്ന മദ്യപാനികളും, ജീവിതം സ്വയം അവസാനിപ്പിക്കുന്ന പ്രതീക്ഷയറ്റവരും, എന്ത് ചെയ്യണമെന്നറിയാതെ നാളെയുടെ ദിനങ്ങളെ ഭയപ്പെടുന്നവരും, കൊലപാതകങ്ങളും തകർന്ന കുടുംബ ബന്ധങ്ങളും, ഇങ്ങനെ ഈ വിധമാകുന്ന അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യർ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് മനുഷ്യർക്ക് സംഭവിച്ചത്? ഈ ലോകം ഇങ്ങനെ തകരാൻ കാരണമെന്ത്? അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രിയരെ, ഏദനിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ദൈവം പറഞ്ഞു, തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ പാമ്പ് മനുഷ്യനോട് പറഞ്ഞു, നീ തിന്നാൽ ദൈവത്തെ പോലെയാവും. സർവജ്ഞാനിയായ ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ തന്ത്രശാലിയായ പിശാച് പറഞ്ഞ വാക്ക് മനുഷ്യൻ കേട്ടതാണ് ഇന്നത്തെ എല്ലാം തകർച്ചയുടെയും കാരണം. എന്നാൽ ആ തകർച്ചയിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു. അതുകൊണ്ട് ദൈവം പറയുന്ന ഏക സന്ദേശം, ഇവന് ചെവി കൊടുപ്പിൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം കേൾക്കേണ്ടതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ ശബ്ദമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നതും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതും ദൈവിക ശബ്ദം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ചെവികളെ തുറക്കാം, ദൈവിക അരുളപ്പാടുകളെ ശ്രവിക്കാം. ഗോഡ് ബ്ലെസ് യു.